ഹലോ എവരിവൺ, ഐ എം സമീർ അജ്മൽ. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് സെക്കൻഡ് സെം കണ്ണൂർ യൂണിവേഴ്സിറ്റി ബ്രിട്ടീഷ് ഹിസ്റ്ററി രണ്ടാം പാർട്ടിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ്. അപ്പോൾ നാളെയാണ് എക്സാം എന്നറിയാം. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട പോയിന്റുകൾ ഷോർട്ടാക്കി എല്ലാ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യനിൽ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് അലക്സാണ്ടർ പോപ്പിനെ കുറിച്ചാണ്. അലക്സാണ്ടർ പോപ്പ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് പോയറ്റ് ആണ്. ഇംഗ്ലീഷ് 18ാം സെഞ്ചുറിയിലെ ഇംഗ്ലീഷ് പോയറ്റിൽ ഏറ്റവും പ്രധാനിയായിട്ടുള്ള വ്യക്തിയാണ് അലക്സാണ്ടർ പോപ്പ് എന്ന് പറയുന്നത്. അദ്ദേഹം മാസ്റ്റർ ഓഫ് ദി ഹീറോയിക് കപ്ലെറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഹീസ് അദ്ദേഹം ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന അദ്ദേഹത്തിന്റെ എഴുത്തിന്റെ രീതിയിലും അദ്ദേഹത്തിന്റെ വർക്കുകൾ എന്ന് പറയുന്നത് പ്രധാനമായും സെറ്ററിക്കൽ വർക്ക്സ് ആണ്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വർക്കുകൾ ദ ഡെൻസിയാഡ്, ദ റേപ്പ് ഓഫ് ദി ലോക്ക് ആൻഡ് എസ്സേ ഓൺ ക്രിറ്റിസിസം. അടുത്തത് PB ഷെല്ലിയാണ്. അദ്ദേഹം ഇംഗ്ലീഷ് റൈറ്റർ ആണ്. ഇംഗ്ലീഷ് റൊമാൻറ്റിക് പോയറ്റ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയറ്റാണ് PB ഷെല്ലി എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതകാലത്തിൽ അദ്ദേഹത്തിന് പ്രശസ്തിയൊന്നും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് അദ്ദേഹത്തിന്റെ പോയട്രി വളരുകയും തിരിച്ചറിയപ്പെടുകയും ചെയ്യുന്ന അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷമാണ്. അദ്ദേഹത്തിന്റെ മരണശേഷമാണ് ഒരുപാട് പോയറ്റുകൾ അദ്ദേഹത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. അത്തരത്തിലെ ഒരു പ്രധാനപ്പെട്ട പോയറ്റാണ് റോബർട്ട് ബ്രൗണിംഗ് എന്ന് പറയുന്നത്. അടുത്തത് ഫാബിയൻ സൊസൈറ്റി എന്താണെന്നാണ്. ഇതൊരു ബ്രിട്ടീഷ് സോഷ്യലിസ്റ്റ് ഓർഗനൈസേഷൻ ആണ്. അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഡെമോക്രസിയെ സംരക്ഷിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ്. ഇത് ഫൗണ്ട് ചെയ്യുന്നത്, ഈ ഒരു സംഘടന ഫൗണ്ട് ചെയ്യുന്ന 1884 ലണ്ടനിലാണ്. ഇതിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് ലേബർ റെപ്രസെന്റേഷൻ കമ്മിറ്റിയാണ് ഫാബിയൻ സൊസൈറ്റി എന്ന ഓർഗനൈസേഷൻ ഫൗണ്ട് ചെയ്യുന്നത്. പിന്നീട് അത് ലേബർ പാർട്ടി 1900 ശേഷം പിന്നീട് അത് ലേബർ പാർട്ടിയായി മാറി. ഡിവൈൻ റൈറ്റ് തിയറി എന്ന ഡിവൈൻ റൈറ്റ് ഓഫ് കിങ്സും എന്നറിയപ്പെടുന്നത് ഇത് അന്ന് ആ കാലഘട്ടത്തിൽ രാഷ്ട്രീയ മതപരമായിട്ടുള്ള ഒരു ഗ്രന്ഥം എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത് ഭരണാധികാരികളെ അപ്പോയിന്റ് ചെയ്യുന്നത് ദൈവമാണെന്നും അവരുടെ അധികാരം ദൈവത്തിൽ നിന്ന് അവർക്ക് നേരിട്ട് ലഭിക്കുന്നതാണെന്നും അതുപോലെ തന്നെ അവരുടെ അധികാരത്തിൽ ഭൂമിയിലെ ഒരു ചലഞ്ചുകളും ഒരു വെല്ലുവിളിയും അവരെ പരിമിതികളെയും അവരെ ബാധിക്കുകയില്ല എന്നൊക്കെയാണ് ഈ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഭരണാധികാരികൾ ജനങ്ങളോടല്ല പകരം ദൈവത്തിനോടാണ് ഉത്തരം നൽകേണ്ടതെന്നൊക്കെയാണ് ഈ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത്. രാജാക്കന്മാരുടെ തീരുമാനങ്ങളും പ്രവൃത്തികളും ഒക്കെ ഈ ഗ്രന്ഥത്തെ ആശ്രയിച്ചാണെന്നും അതുകൊണ്ട് ഒരുപാട് ഇതിനെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഈ തിയറി പ്രധാനമായിട്ടും അക്സെപ്റ്റ് ചെയ്ത യൂറോപ്യൻ രാജ്യങ്ങളിലാണ്. ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഏകാധിപത്യത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ജനാധിപത്യത്തെ സപ്രസ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടുകയാണ്. ഡിവൈൻ റൈറ്റ് തിയറിയൊക്കെ സപ്പോർട്ട് ചെയ്ത രാജാക്കന്മാരിൽ പ്രധാനപ്പെട്ടതാണ് കിങ് ജെയിംസ് ഫസ്റ്റ്, അതുപോലെ തന്നെ ജെയിംസ് സിക്സ്ത് ഓഫ് സ്കോട്ട്ലൻഡ്. ഇങ്ങനെ ഒരുപാട് രാജാക്കന്മാരുണ്ട്. ഇത് ഞാൻ വളരെ ചുരുക്കി പറഞ്ഞതാണ്. എൻഫ്രാഞ്ചൈസ്മെന്റ് ഓഫ് വിമൻ എന്നൊരു രാഷ്ട്രീയ മൂവ്മെന്റ് ആണ്. ഇത് അമേരിക്കയും മറ്റു രാജ്യങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു രാഷ്ട്രീയ മൂവ്മെന്റ് ആണ്. ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് സ്ത്രീ വോട്ടവകാശത്തിനും സമത്വത്തിനും വേണ്ടിയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് ആയിരുന്നു. ഈ പൊളിറ്റിക്കൽ മൂവ്മെന്റിലൂടെ അവർ പ്രധാനമായും ലക്ഷ്യമിട്ടത് സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ്, സ്ത്രീകളുടെ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ അവകാശങ്ങൾക്ക് വേണ്ടി, അതുപോലെ തന്നെ സ്കൂളുകളിലും യൂണിവേഴ്സിറ്റികളിലും അവർക്കുള്ള വിദ്യാഭ്യാസത്തിലെ സമത്വത്തിന് വേണ്ടി, ഇൻഡസ്ട്രിയിൽ വ്യാപാര മേഖലയിലെ സ്ത്രീ പാർട്ട്ണർഷിപ്പ്, ഈ പ്രോഫിറ്റിലും ലോസസിലൊക്കെ ഈക്വൽ ഷെയർസ് സ്ത്രീകൾക്ക് ലഭിക്കുക, അതുപോലെ തന്നെ ഗവൺമെന്റ് സംവിധാനങ്ങളും നിയമവ്യവസ്ഥകളിലും ലെജിസ്ലേറ്റീവ് അസംബ്ലികളിലെ കോടതികളിലെ എക്സിക്യൂട്ടീവ് ഓഫീസുകളിലൊക്കെ സ്ത്രീ സാന്നിധ്യം ഉറപ്പുവരുത്തുക. ഇതൊക്കെയായിരുന്നു ഈ പൊളിറ്റിക്കൽ മൂവ്മെന്റിന്റെ പ്രധാന ഡിമാൻഡ്സ് എന്ന് പറയുന്നത്. ചാൾസ് ഡിക്കൻസ്, അദ്ദേഹം ഇംഗ്ലണ്ടിലാണ് ജനിക്കുന്നത്. അദ്ദേഹം പിന്നീട് ജേർണലിസ്റ്റായും നോവലിസ്റ്റായിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട്. പ്രധാനമായും അദ്ദേഹത്തിന്റെ വർക്കുകൾ ഹ്യൂമറും സാറ്റയറും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ പേരിലാണ് അദ്ദേഹം കൂടുതൽ അറിയപ്പെട്ടത്. ചാൾസ് ഡിക്കൻസിന്റെ പ്രധാനപ്പെട്ട വർക്കുകളാണ് ദ പിക്വിക് പേപ്പേഴ്സ്, ഒലിവർ ട്വിസ്റ്റ്, എ ക്രിസ്മസ് കാരോൾ, ഡേവിഡ് കോപ്പർഫീൽഡ് ആൻഡ് ഗ്രേറ്റ് എക്സ്പെക്ടേഷൻസ്. അടുത്തത് ഡിക്ലൈൻ ഓഫ് കൊളോണിയലിസം ആണ്. കൊളോണിയലിസത്തിന്റെ തകർച്ചയ്ക്ക് കാരണങ്ങളാണ് ഞാൻ പറയുന്നത്. വേൾഡ് വാർ, രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഉണ്ടായ സാമ്പത്തിക തകർച്ചയും കടങ്ങളും, അതുപോലെ തന്നെ നാഷണലിസ്റ്റ് മൂവ്മെന്റിന്റെ വളർച്ച, US-ഉം USSR-ഉം തമ്മിലുള്ള കോൾഡ് വാർ, ശീതയുദ്ധം, അതുപോലെ തന്നെ ഡീകൊളോണൈസേഷൻ, ആഫ്രിക്കയുടെയും ഏഷ്യൻ രാജ്യങ്ങളുടെയും ഡീകൊളോണൈസേഷൻ, സൂയിസ് ക്രൈസിസ്, അതുപോലെ ഉണ്ടായ ബ്രിട്ടീഷ് തകർച്ച, അതുപോലെ തന്നെ ഇന്ത്യ, ഗാന, മലേഷ്യ പോലെയുള്ള രാജ്യങ്ങളുടെ ഇൻഡിപെൻഡൻസ്, ഇതൊക്കെയാണ് കൊളോണിയലിസത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായത്.
നിയോ ക്ലാസിസം എമർജ് ചെയ്യുന്ന 18th സെഞ്ചുറിയിലാണ്. പുരാതന കാലത്തെ ക്ലാസിക്കൽ വർക്കുകളൊക്കെ ഇൻസ്പയർഡ് ചെയ്തിട്ടാണ് നിയോ ക്ലാസിസം വരുന്നത്. ഇതിന്റെ പ്രധാന സവിശേഷതകൾ എന്ന് പറയുന്നത് സിംപ്ലിസിറ്റി, സിമെട്രി, അതുപോലെ തന്നെ ക്ലാസിക്കൽ ഐഡിയാസ്, ആർട്ട് ആൻഡ് ആർക്കിടെക്ചറിലുള്ള പുരാതന ആശയങ്ങളൊക്കെ തന്നെയാണ് നിയോ ക്ലാസിസത്തിലെ വർക്കുകളിലും ഉണ്ടായിരുന്നത്. അടുത്തത് വിൻസ്റ്റൺ ചർച്ചിൽ. ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അദ്ദേഹം ഇംഗ്ലണ്ടിലാണ് ജനിക്കുന്നത്. 2 തവണ UK പ്രൈം മിനിസ്റ്റർ ആയിട്ട് സെർവ് ചെയ്തിട്ടുണ്ട്. രണ്ടാം ലോക മഹായുദ്ധത്തെ രാജ്യത്തെ നയിച്ചത് അദ്ദേഹമാണ്. കൺസർവേറ്റീവ് പാർട്ടി 1950 മുതൽ 55 വരെയുള്ള കാലഘട്ടത്തിൽ നയിച്ചത് വിൻസ്റ്റൺ ചർച്ചിലാണ്. 1953 അദ്ദേഹത്തിന് നോബൽ പ്രൈസ് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം പ്രധാനമായിട്ടും അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലും പ്രാസംഗിക സ്കില്ലിലും അതുപോലെ തന്നെ ഒറേറ്ററി സ്കില്ലിലും അദ്ദേഹം ഏറ്റവും കൂടുതൽ അറിയപ്പെട്ടിട്ടുള്ളത്. പാർട്ട് എയിലെ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത് 1 മാർക്കിന് ഇത്രയൊന്നും എഴുതേണ്ട ആവശ്യമില്ല. ഞാൻ കുറച്ചധികം പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ചില ക്വസ്റ്റ്യൻസ് പ്രധാനപ്പെട്ടതാണ്. അത് അല്ലാതെയും ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ 200 വേർഡ്സിലൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറച്ച് എക്സ്ട്രാ പോയിന്റുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നാളെ എക്സാം ആണെന്നറിയാം. അപ്പോൾ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ മറക്കരുത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇത് പാർട്ട് ബി, നിങ്ങൾ ഇതിൽ അത്യാവശ്യം വ്യൂസ് ഒക്കെ വരുന്നുണ്ട് എങ്കിൽ എനിക്ക് അടുത്ത പാർട്ട് നിങ്ങൾക്ക് നാളെ രാവിലെ ആകുമ്പോഴേക്കും അടുത്ത വീഡിയോ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. ഐ എം സമീർ അജ്മൽ സൈനിങ് ഓഫ്.